ഇപ്പോൾ മാധ്യമപ്രവർത്തകൻ MP ചെക്കുട്ടി ടെലിഫോൺ ലൈനിലുണ്ട്. ശ്രീ ചെക്കുട്ടി, സോഷ്യൽ മീഡിയ പ്രചാരണം കാര്യക്ഷമമല്ല എന്ന് സൈബറിടത്ത് തന്നെ പല അണികളും പരാതിപ്പെട്ടുകൊണ്ടിരിക്കുമ്പോഴാണ് ഇപ്പോൾ ഇങ്ങനെയുള്ളൊരു സംഭവം ഉണ്ടാകുന്നത്. യഥാർത്ഥത്തിൽ CPM വളരെ മുമ്പേ തന്നെ ഈ സൈബർ സ്പേസിൽ അവരുടെ പ്രചാരണ രീതി ആവിഷ്കരിക്കുകയും നടപ്പാക്കുകയും ചെയ്തൊരു പാർട്ടിയാണ്. എന്തുകൊണ്ടായിരിക്കാം ഈ പാളിച്ച? പ്രധാനപ്പെട്ട കാര്യം അതിനകത്തൊരു ഇന്റേണൽ ഡിസ്കഷൻ എന്ന് പറഞ്ഞ കാര്യം വളരെ കുറവാണ്. സാധാരണ നമ്മൾ ഈ ഇന്റലക്ച്വൽ ആയിട്ടുള്ള ആക്ടിവിറ്റീസിൽ ഇടപെടുന്ന സമയത്ത് ഒരു ഡെമോക്രാറ്റിക് സ്പേസ് വേണം. ആ ഡെമോക്രാറ്റിക് സ്പേസിന്റെ അടിസ്ഥാനത്തിൽ നമ്മളൊരു കൂട്ടായ ചർച്ചയിലൂടെ ആളുകളുടെ അഭിപ്രായങ്ങൾ രൂപീകരിച്ചുകൊണ്ട് വേണം പരിപാടികൾ ആവിഷ്കരിക്കാൻ. പക്ഷേ CPM-നകത്ത് എനിക്ക് നേരത്തെ തന്നെ മനസ്സിലായിട്ടൊരു കാര്യം, അവരുടെ ഈ പാർട്ടി പ്രസിദ്ധീകരണങ്ങളിലായാലും ശരി, മറ്റ് ഇന്റലക്ച്വൽ ഇന്റർവെൻഷൻസിനായാലും ശരി, ഒരു ഡെമോക്രാറ്റിക് സ്പേസ് ഇല്ല. അപ്പൊ അതുകൊണ്ട് സ്വാഭാവികമായിട്ടും ഏതെങ്കിലും ഒരു വ്യക്തിയുടെ ഇഷ്ടങ്ങളാണ് അതിനകത്ത് പലപ്പോഴും പ്രതിഫലിക്കുന്നത്. അതിന്റെ സാധാരണ നിലയിൽ എപ്പോഴും അതിനകത്ത് എന്താ പറയുക, അത് നേരിട്ട് പോകാനിടയില്ല. അഭിപ്രായ വ്യത്യാസമുള്ള ആളുകൾക്ക് പിന്നെ വലിയ സംതൃപ്തി ഉണ്ടാവും. എനിക്ക് തോന്നുന്നത് ആ തരത്തിലൊരു പ്രതിസന്ധിയിലേക്കാണ് അവരുടെ സോഷ്യൽ മീഡിയ എത്തിപ്പെട്ടത്. സോഷ്യൽ മീഡിയയിൽ മാത്രമല്ല, അവരുടെ മെയിൻ സ്ട്രീം മീഡിയയിലും ഇതേ തരത്തിലുള്ള പ്രതിസന്ധികളുണ്ട്. വലിയ അസംതൃപ്തി അവരുടെ പ്രധാനപ്പെട്ട പ്രസിദ്ധീകരണങ്ങൾ ഉണ്ടായിരുന്നു. പലരും വളരെ അസംതൃപ്തരായിരുന്നു. ഇതൊക്കെ നമുക്കൊക്കെ അറിയാം. അതുകൊണ്ട് ഒരു ജനാധിപത്യപരമായ സ്പേസ് എന്ന മട്ടില് അവരതിനെ പരിവർത്തിപ്പിക്കുന്നില്ലെങ്കിൽ അത് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധ്യത വളരെ കുറവാണ്. ഞാൻ എന്റെ പേഴ്സണൽ എക്സ്പീരിയൻസ് കൊണ്ടുകൂടിയാണ് ഇത് പറയുന്നത്. കാരണം ഒരു തുറന്ന ചർച്ചയ്ക്കുള്ള സ്പേസ് ഒരിക്കലും ആ പാർട്ടി സംവിധാനത്തിൽ ഇല്ല എന്നുള്ളതാണ് എന്റെ അനുഭവം. ശരി, നന്ദി ശ്രീ MP ചെക്കുട്ടി വാർത്തയോട് പ്രതികരിച്ചതിന്. സേഫിലേക്ക് വേണ്ടി സേഫ്, ഏതായാലും തെരഞ്ഞെടുപ്പ് അടുത്തു വരികയാണ്. ഈ പ്രശ്നം റെക്ടിഫൈ ചെയ്യാനുള്ള എന്തെങ്കിലും ശ്രമം പാർട്ടിയിൽ നിന്നുണ്ടാകുമോ? മുഖ്യമന്ത്രി കൂടി അതൃപ്തി പ്രകടിപ്പിച്ച സാഹചര്യത്തിൽ തീർച്ചയായിട്ടും ഉണ്ടാകും. കാരണം ഈ നിയമസഭാ തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് ജീവൻ മരണ പോരാട്ടമായിട്ടാണ് ഇടതുമുന്നണി കാണുന്നത്. അതുകൊണ്ട് അതിൻ്റെ ഒരു വിന്നിംഗ് ഫോമിലേക്ക് എത്തിച്ചേരാൻ, 71 എന്ന മാന്ത്രിക സംഖ്യയിലേക്ക് എത്തിച്ചേരാൻ കഴിഞ്ഞ കാലങ്ങളിലേതുപോലെ മൈക്ക് കെട്ടി പ്രചരണം നടത്തിയാൽ പൊതുയോഗങ്ങൾ വിളിച്ചാൽ മാത്രം പോരാ. മൊബൈലുകളിൽ ആൾക്കാർ കാണേണ്ട അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിച്ചേർന്നിട്ടുണ്ട്. ഇപ്പോൾ വാർത്തകൾ പോലും ആൾക്കാർ മൊബൈലിൽ കാണുന്ന കാലമാണ് ഇതുള്ളത്. അങ്ങനെ കണ്ടന്റുകൾ ഇപ്പോൾ CPM-നെ കളിയാക്കിക്കൊണ്ട് പറയുന്ന പോലെ ക്യാപ്സ്യൂളുകൾ ഇറക്കുക. അങ്ങനെ ക്യാപ്സ്യൂളുകൾ ഇറക്കി കൃത്യമായിട്ട് അതിനെ മറു ടീമിൻ്റെ ആരോപണങ്ങളെ പൊളിക്കാൻ കഴിഞ്ഞാൽ മാത്രമേ മുന്നിട്ട് നിൽക്കാൻ കഴിയുകയുള്ളൂ. അത് കൃത്യസമയത്ത് സൈബർ വിങ് ഉണ്ട് ഇവരുടെ. ആ സൈബർ വിങ്ങിലേക്ക് ഇത് കൃത്യമായി ആ കോണ്ടന്റ് എത്തിയാൽ മാത്രമേ അതിനെ പ്രതിരോധിക്കാൻ അവർക്കും കഴിയുകയുള്ളൂ. അവർ സ്വയം ഉണ്ടാക്കിയെടുക്കുന്നതിനേക്കാളും നല്ലത് ഒരു സെൻട്രലിൽ നിന്ന് അത് ഇവർക്ക് കൈമാറി കഴിഞ്ഞാൽ അവർക്ക് പെട്ടെന്ന് അത് പ്രചരിപ്പിക്കാൻ കഴിയും. അത് മറ്റുള്ള രാഷ്ട്രീയ പാർട്ടികൾ, ഇപ്പോൾ BJP ആയാലും കോൺഗ്രസ് ആയാലും എല്ലാം അതെല്ലാം കൃത്യമായി ചെയ്യുന്നുണ്ട്. പക്ഷേ CPM-ന് അങ്ങനെ ആ കോണ്ടന്റുകൾ കൃത്യമായി കിട്ടുന്നില്ല എന്നുള്ള പരാതി ഉണ്ട്. അതുകൊണ്ട് നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് ഇനിയിപ്പോൾ 2 ആഴ്ച കൂടുതൽ CPM നേതൃത്വവും കാണുന്നില്ല തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കാൻ. ഒരുപക്ഷേ മാർച്ച് ആദ്യ ആഴ്ചയോട് കൂടിയോ മാർച്ച് 2ാം ആഴ്ചയുടെ പകുതിയോട് കൂടിയോ തിരഞ്ഞെടുപ്പ് ഉണ്ടാകുമെന്നാണ് CPM-ന്റെ നേതാക്കൾ തന്നെ വിലയിരുത്തുന്നത്. അതുകൊണ്ട് വേഗത്തിൽ തന്നെ ഇനിയിപ്പോൾ സ്ഥാനാർത്ഥി നിർണയം, മറ്റ് തിരക്കുകൾ, അത് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട വലിയ കോലാഹലങ്ങൾ കിടക്കാൻ പോകുന്നതിനിടയിൽ ഈ വിഷയത്തെ വേഗത്തിൽ പരിഹരിക്കുക, ഈ വലിയ തിരക്കുകൾക്കിടയിൽ ഇതുകൂടി വന്ന് ചേരുന്നതിന് മുമ്പ് ഈ പ്രശ്നം പരിഹരിക്കുക എന്നുള്ള ചിന്ത CPM നേതൃത്വത്തിന് സ്വാഭാവികമായിട്ടും ഉണ്ടാകും. എന്തെങ്കിലുമൊക്കെ ചില മാറ്റങ്ങൾ ചിലപ്പോൾ അതിനകത്ത് സംഭവിച്ചാലും അത്ഭുതപ്പെടാനില്ല. ജിംസ്.